കുറച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അത്യാവശ്യത്തിന് സംസാരിക്കുന്ന ആളുണ്ട്, നിർത്താതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ നിർത്താതെ സംസാരിക്കുന്ന ആളുടെ ഇടയിൽ പെട്ടുപോയല്ലോ എന്ന് തോന്നാറുണ്ട്. തോന്നിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ പെട്ടുപോയിട്ടുണ്ട് ചില സാഹചര്യത്തിൽ. പക്ഷെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് സമയമുണ്ടെങ്കിൽ നിർത്താതെ സംസാരിക്കുന്നവരുടെ മുമ്പിൽ അവർ പറയുന്നത് കേൾക്കാൻ കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നറിയാം? വൺസ് അവരുടെ ചുണ്ടുകൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് സംസാരിച്ചു തുടങ്ങും, ചിന്തിച്ചു തുടങ്ങും. അവർക്ക് സഹിക്കാൻ പറ്റാത്ത പല മേഖലയിലൂടെയും മനസ്സ് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിന്തകളൊന്ന് ലോക്ക് ചെയ്യേണ്ടിയിട്ടാണ് അവർ നിർത്തൂല. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യം അവർ വായടച്ച് പിടിച്ച് കുറച്ച് നേരം മൗനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ചിന്തകൾ അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തലത്തിൽ പലതും ചിന്തിച്ചു കൂട്ടും. എപ്പോഴും നമ്മളെ വ്യക്തിത്വത്തെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സംസാരിക്കുന്നതിൽ പോയിന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ നിർത്താതെ സംസാരിക്കുന്ന സ്നേഹിതർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രമിക്കേണ്ട ഒരു കാര്യം, ചിന്തകൾ പല സ്ഥലത്തേക്കും യാത്ര ചെയ്യുമ്പോൾ ആ ചിന്തകൾക്കൊരു കടഞ്ഞാണിട്ടിട്ട് നമ്മളെ ലക്ഷ്യത്തിലേക്ക് ചിന്തിപ്പിച്ചിട്ട് നമ്മളെ മനസ്സും ശരീരവും ആ ലക്ഷ്യത്തിലേക്ക് ഊന്നുക, പിന്നീട് പരിശ്രമിച്ചത് നേടുക എന്നുള്ളൊരു കാര്യമില്ലേ, മാനിഫെസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം. ആ സാധനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ചിന്തിക്കാൻ ഫ്രീ ആയിട്ട് മനസ്സിനെ വിടുക, എന്നിട്ട് മനസ്സിനൊരു കടഞ്ഞാൻ വിടുക. ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മക്കളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലരും സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്.